ഓക്കെ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡോക്ടർ ഹരികൃഷ്ണ എന്നാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ABG അനാലിസിസ് ആണ്. ABG എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ABGയുടെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് നിങ്ങൾക്കത് ഡീകോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളത് ക്ലിയർ ചെയ്യും. ഒരു ABG കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ്, അതിനുള്ള ഫൈൻഡിങ്സ്, അതിൽ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, ആൽക്കലോസിസ് ആണെങ്കിൽ അത് എന്തുകൊണ്ട്, അസിഡോസിസ് ആണെങ്കിൽ അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് നമുക്കത് ബേസിക് ആയിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഇതിൽ ബേസിക് ആയിട്ട് ഒരു നഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ABG ഇപ്പം അടുത്ത് കൺസൾട്ടൻസ് ആരുമില്ല, പക്ഷെ ഒരു ABG റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി. നിങ്ങളത് എങ്ങനെ, അത് വെച്ച് നിങ്ങൾക്ക് ആ പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, ABGയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെ പേഷ്യൻസിനാണ് നിങ്ങൾ ABG എടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ABG എടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. ഡെഫിനിഷൻ: ABG എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. നമ്മൾ നോർമൽ ബ്ലഡ് എടുക്കുമ്പോൾ നമ്മൾ വെയിൻ എന്നല്ല എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആർട്ടറി എന്നാണ് എടുക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് എ ടെസ്റ്റ് വിച്ച് മെഷേഴ്സ് ദ ലെവൽ ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബൈകാർബണേറ്റ് ആൻഡ് PH ഇൻ ആർട്ടീരിയൽ ബ്ലഡ് ടു അസസ് ദ റെസ്പിറേറ്ററി ആൻഡ് മെറ്റബോളിക് സ്റ്റേറ്റസ് ഓഫ് ദ പേഷ്യന്റ്. അതായത് നമ്മൾ ABG എടുക്കുന്നത് എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്? ഓക്സിജൻ സ്റ്റേറ്റസ്, കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷർ, ബൈകാർബണേറ്റ് ലെവല്, PH. ഇത് നാലുമാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ABGയിൽ നമുക്ക് കിട്ടുന്നത്. വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ നഴ്സസ്? ബിക്കോസ് ഇറ്റ് ഈസ് വൈറ്റൽ ഇൻ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. എമർജൻസിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫസ്റ്റ് വിടുന്ന ടെസ്റ്റിൽ ഒന്നാണ് ABG. Helps in diagnosing and treating conditions like respiratory failure, metabolic acidosis, alkalosis and more. DKA ABGക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് റോളാണുള്ളത്. അപ്പൊ അങ്ങനെ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് വേണ്ട കാര്യങ്ങൾ ആണോ ഡയഗ്നോസ് ചെയ്യാനും നമുക്ക് ട്രീറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ABG. ഓൾസോ ഇറ്റ് ഗൈഡ്സ് ദ തെറാപ്പി ഫോർ വെന്റിലേഷൻ ആൻഡ് ഓക്സിജനേഷൻ. എസ്പെഷ്യലി നമ്മൾ ഈ വെന്റിലേറ്ററിലൊക്കെ ഉള്ള പേഷ്യൻസിന്റെ നമുക്ക് നമ്മൾ എത്ര ഓക്സിജൻ കൊടുക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ, അത് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നുണ്ടോ, ഓവറായിട്ട് ഓക്സിജൻ നമ്മൾ പമ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ABG നോക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. ഹൂ നീഡ്സ് ABG അനാലിസിസ്? ഇതിൽ നമ്മൾ ABG എടുക്കുക ഏതൊക്കെ പേഷ്യൻസിനാണ്? വി ലുക്ക് ഫോർ ABG ഇൻ ICU പേഷ്യൻസ്, പിന്നെ ED എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ്, പിന്നെ COPD പേഷ്യൻസ്, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടോന്ന് അറിയാൻ പറ്റും, പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ടു റൂൾ ഔട്ട് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. ടൈപ്പ് 1 ഡയബറ്റീസിലാണ് കൂടുതലും DKA വരിക. അപ്പൊ നമ്മൾ യൂഷ്വലി എമർജൻസിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര കോമറ്റോസ് പേഷ്യന്റ്, അല്ലെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആയിരിക്കും. ആള് ഭയങ്കര ലീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ തോന്നണം ഈ DKA എന്ന് പറഞ്ഞ ഡയഗ്നോസിസ് അവിടെ പോസിബിൾ ആണെന്നുള്ളൊരു നമ്മുടെ മൈൻഡിൽ തോന്നണം. നമുക്ക് ABG വെച്ച് ഈസിലി അത് ABG മറ്റേ RBS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് DKA ആണോ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ. കമ്മിങ് ടു ദ കോമ്പോണൻസ് ഓഫ് ABG. ഇതാണ് നമ്മൾ നോക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന വേരിയസ് കോമ്പോണൻസ്. നമ്മൾ ഫസ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ഏതാണ്? എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് നോക്കുക എന്താ ഒരു ABG കിട്ടുമ്പോൾ? ഫസ്റ്റ് പോയിന്റ് എന്താ? നമ്മൾ ഒരു ABG റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? കറക്റ്റ്, കറക്റ്റ് ആണ്. PH ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ABGയിലെ ഫൈൻഡിങ്. PH എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? നമ്മളുടെ ബോഡിയിൽ വേരിയസ് എൻസൈമാറ്റിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഒരു കോടിക്കണക്കിന് എൻസൈമാറ്റിക് റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ റിയാക്ഷൻസിൽ നമ്മളുടെ ബോഡിയുടെ PH മെയിൻറ്റൈൻഡ് അല്ലെങ്കിൽ, അതായത് നമ്മുടെ നോർമൽ ബോഡി PH 7.35 to 7.45, നിങ്ങൾ ഒരു 7.4 ആവറേജ്, ഓൺ ആവറേജ് 7.4 ആണ് നമ്മുടെ ബോഡി PH എന്ന് വിചാരിക്കും. നമ്മൾ ആ PH മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ എൻസൈമാറ്റിക് റിയാക്ഷൻസ് എല്ലാം താറുമാറും. ഓൾ എൻസൈമാറ്റിക് റിയാക്ഷൻസ് വിൽ ബി എഫക്റ്റഡ് ഇഫ് ദ ബോഡി ഈസ് നോട്ട് ഇൻ ഇറ്റ്സ് നോർമൽ PH. അതുകൊണ്ടാണ് നമ്മൾ PH ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അപ്പം 7.35 to 7.45, 7.4 നോക്കിക്കോളും. 7.4 ആണ് ആവറേജ്. ബിലോ 7.4 ആണെങ്കിൽ എന്താണ്? അസിഡോസിസ്. അതായത്
7.4 6.5 6ലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ആസിഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് ആസിഡോസിസ്. അപ്പൊ 7.45 മേലെ പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആൽക്കലോസിസ്. ഓക്കെ, അപ്പൊ പി എച്ചിന്റെ നോർമൽ വാല്യൂസ് ഓർത്തിരിക്കാം. 7.4 നോക്കിക്കോളൂ. 7.35 ടു 7.45 വേണ്ട, 7.4 അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഈ PaCO2 അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് അറിയാം. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം CO2 ലെവൽ, CO2 അക്യുമുലേഷൻ ഉണ്ടോ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PaCO2 യൂസ് ചെയ്യുന്നത്. അതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 35 to 45 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവറേജ് ഓൺ ആൻ ആവറേജ് എത്രയാണ്? 40 നോർമൽ എടുത്തു. ദിസ് മെഷേഴ്സ് ദ റെസ്പിറേറ്ററി കോമ്പോണന്റ്, ഹൗ വെൽ ദ ലങ്സ് ക്യാൻ റിമൂവ് CO2. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇറ്റ് ഷുഡ് നോട്ട് അക്യുമുലേറ്റ് ഇൻ അവർ ബോഡി, സോ ഇറ്റ് ഹാസ് ടു ബി റിമൂവ് ഫ്രം അവർ ബോഡി through the lungs. So if the lungs are not able to remove the excess carbon dioxide which are accumulating in the body, അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PaCO2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, PaCO2 മോർ ദാൻ 45 ആണെങ്കിൽ എന്താണത്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CO2 will combine with water to form carbonic acid, H2CO3. അപ്പം CO2 നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ കൂടുക? PH എന്താ ആവുക? PH കൂടുകയോ കുറയും? PH കുറയും. കാരണം ആസിഡ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ. കാർബോണിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മളുടെ PH പിന്നെ ലോ ആവും, അസിഡോസിസിലേക്ക് പോകും. അപ്പം PaCO2 മോർ ദാൻ 45 ആണെങ്കിൽ അത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. അതായത് റെസ്പിറേറ്ററി കോസ് കാരണം വരുന്ന അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്. PaCO2 ലെസ് ദാൻ 35 ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാം. നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡേ ഇല്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ ആസിഡ് ലെവൽ നമ്മുടെ ബോഡിയിൽ കുറയും. അപ്പൊ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയും. ഓക്കെ, ഓക്കെ അല്ലേ? ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ നോക്കുന്നുണ്ട് ചാറ്റ് ബോക്സ്. കണ്ടിന്യൂ ചെയ്യട്ടെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഓരോ സ്ലൈഡും ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് PaO2. അതായത് PaO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 80 to 100 millimeter മെർക്കുറിയാണ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമ്മൾ ABG റീഡ് ചെയ്യുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അതായത് ഒരു പേഷ്യന്റിന്റെ ഓക്സിജൻ ലെവൽ, ഓക്സിജൻ എത്രത്തോളം നമ്മുടെ ബോഡിയിൽ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതായത് ഓക്സിജൻ സഫീഷ്യന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് PaO2 നോക്കുന്നത്. അതിന്റെ നോർമൽ വാല്യൂ 80 to 100 millimeter മെർക്കുറിയാണ്. ഓക്കെ, ഇപ്പൊ ലോ PaO2 ആണെങ്കിൽ എന്താ? ഹൈപ്പോക്സിയ, നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ ലെവൽ കുറവാണ്. ഓക്കെ, പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ബൈകാർബണേറ്റ്, HCO3-. ബൈകാർബണേറ്റിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ഓർഗനാണ്? കിഡ്നി. ഓക്കെ, അപ്പൊ ബൈകാർബണേറ്റിന്റെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 22 to 26 ആണ്. 22 to 26, ആവറേജ് 24. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റബോളിക് കോമ്പണന്റ്, അതായത് കിഡ്നിയുടെ ഫംഗ്ഷൻ ആൻഡ് ആസിഡ് ബേസ് ബാലൻസ്. ഓക്കെ, അപ്പൊ കിഡ്നിയാണ് ബൈകാർബണേറ്റിനെ കൺട്രോൾ, എന്താ പറയാ, മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മേജർ റോൾ കിഡ്നിക്കാണ്. ഓക്കെ, ഇപ്പൊ ലോ HCO3-, അതായത് ലോ ബൈകാർബണേറ്റ് ആണെങ്കിൽ ബേസ് കുറവാണ്. ബേസ് കുറവാണെങ്കിൽ അസിഡോസിസ്. എന്ത് അസിഡോസിസ് ആണ്? മെറ്റബോളിക് അസിഡോസിസ്. ഓക്കെ, CO2 വരുമ്പോൾ റെസ്പിറേറ്ററി, ബൈകാർബണേറ്റ് വരുമ്പോൾ മെറ്റബോളിക്. അപ്പം ഹൈ HCO3- ആണെങ്കിൽ മെറ്റബോളിക് ആൽക്കലോസിസ്, അതായത് ബേസ് എക്സസ് ആണ്. ബേസ് എക്സസ് ആകുമ്പോൾ PH 7.4 എന്ന് 7.5, 7.6, 7.7ലേക്ക് പോകും. അപ്പം അതിന്റെ അർത്ഥം എന്താ? മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. ഓക്കെ, അപ്പം CO2-ന്റെ ലെവൽ നമ്മൾ നോക്കുന്നത് റെസ്പിറേറ്ററി അസിഡോസിസിലും ആൽക്കലോസിസിലും, HCO3- ലെവൽ നമ്മൾ നോക്കുന്നത് മെറ്റബോളിക് അസിഡോസിസിലും മെറ്റബോളിക് ആൽക്കലോസിസിലും. ഓക്കെ അല്ലേ? ഓക്കെ, നൗ കമ്മിങ് ടു ഓക്സിജൻ സാച്ചുറേഷൻ. ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൾസ് ഓക്സിമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്ന സാധനം. നോർമൽ റേഞ്ച് എത്ര? എല്ലാവർക്കും പറയും 95 to 100%. ഇറ്റ് റിഫ്ലെക്ട്സ് ദ പെർസെന്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ ബൗണ്ട് വിത്ത് ഓക്സിജൻ. ഓക്കെ, പിന്നെ ഇത് ലെസ് ഇമ്പോർട്ടന്റ് ആണ്, ബേസ് എക്സസ്. ബേസ് എക്സസ് എന്ന് പറഞ്ഞാൽ എത്ര ബേസ് എക്സസ് ഉണ്ട്, പേര് തന്നെ ഉണ്ട്, എത്ര ബേസ് എക്സസ് ഉണ്ട്. നോർമൽ റേഞ്ച് -2 to +2. അതായത് എത്ര ആസിഡ് കൊടുത്താലാണ് നമുക്ക് തിരിച്ച് PH നോർമലൈസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര ബേസ് കൊടുത്താലാണ് ഈ ആസിഡിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ബേസ് എക്സസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിന്റെ നോർമൽ വാല്യൂ -2 to +2 ആണ്. ഓക്കെ, ഇപ്പം -2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അസിഡിക് PH ആണ്. അപ്പൊ നമ്മൾ അത് നോർമലൈസ് ചെയ്യാൻ നമ്മൾ ബേസ് ആഡ് ചെയ്യണം. +2 എന്ന് പറഞ്ഞാൽ ബേസ് ആണ് എക്സസ്. അപ്പൊ നമ്മൾ
ആസിഡ് ആഡ് ചെയ്താൽ മാത്രമേ പി എച്ച് നോർമലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ബേസ് എക്സസ്. ഇൻഡിക്കേറ്റ്സ് ദ എമൗണ്ട് ഓഫ് എക്സസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദ ബഫർ ബേസ് ഓഫ് ദ ബ്ലഡ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നു നമുക്ക്. ഇനി സ്റ്റെപ്സ്, കമ്മിങ് ടു ദ സ്റ്റെപ്സ് ടു ഇന്റർപ്രറ്റ് എ ബി ജി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചെക്ക് പി എച്ച്. പി എച്ച് നമ്മൾ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി എച്ച് നോക്കുന്നത്. അപ്പോൾ പി എച്ച് ലെസ് ദാൻ 7.35 മീൻസ് ഇറ്റ് ഈസ് അസിഡോസിസ് ആൻഡ് മോർ ദാൻ 7.45 മീൻസ് ഇറ്റ് ഈസ് ആൽക്കലോസിസ്. ഇനിയിപ്പോൾ പി എച്ച് കിട്ടി, നമുക്ക് മനസ്സിലായി അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ നോക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ്, അസിഡോസിസ് ആണെങ്കിൽ അത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? അത് റെസ്പിറേറ്ററി ആണോ അതോ മെറ്റബോളിക് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പിന്നെ എന്ത് ചെയ്യും? പി എ CO2 നോക്കും. പി എ CO2 നോക്കി SCO3- ലെവലിന്റെ നോക്കി. ഇത് രണ്ടും നോക്കുമ്പോൾ പി എ CO2 അബ്നോർമൽ ആണെങ്കിൽ ദ കോസ് ഈസ് ലൈക്ലി റെസ്പിറേറ്ററി. ഓക്കെ, പക്ഷെ HCO3- ആണ് അബ്നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് ഈസ് ലൈക്ലി മെറ്റബോളിക്. ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ രണ്ടും അബ്നോർമൽ ആണെങ്കിലും, അതായത് പി എ CO2 അബ്നോർമൽ HCO3- അബ്നോർമൽ, ഇഫ് ബോത്ത് ആർ അബ്നോർമൽ ദെൻ വാട്ട് ഷുഡ് വി ഡു? അതായത് പി എച്ച് നമുക്ക് ഫോർ എക്സാമ്പിൾ പി എച്ച് കിട്ടിയത് 7.3 ആണ് കിട്ടിയത്, അല്ലെങ്കിൽ 7.25 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അസിഡോസിസ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പി എ CO2 നോക്കും. ഓക്കെ, ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ. പി എച്ച് 7.3 ആണ്, പി എച്ച് അസിഡോസിസ് ആണ് കാണിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് പി എ CO2 നോക്കി. പി എ CO2 നോക്കുമ്പോൾ പി എ CO2 എത്രയാണ്? 60. അത് 60 ആകുമ്പോൾ അത് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആണ്. എക്സസ് ആണെങ്കിൽ അത് ആസിഡോസിസ് ആണ്. അപ്പം പി എച്ച് വെച്ച് നമുക്ക് കിട്ടിയത് അസിഡോസിസ്, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയത് അസിഡോസിസ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഈസ് റെസ്പിറേറ്ററി അസിഡോസിസ്. സിമ്പിൾ. അതായത് നമ്മുടെ പി എച്ച് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഡയഗ്നോസിസ്, അതായത് അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, അതിനോട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന പി എ CO2 അല്ലെങ്കിൽ HCO3- ലെവൽ ഏതാണ്? ഇപ്പൊ HCO3- ലെവലാണ് അസിഡോസിസ് കാണിക്കുന്നത് വിചാരിക്കും. അപ്പൊ അത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. പി എ CO2 ലെവലാണ് അസിഡോസിസിനെ ഫേവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വരുന്ന ഡിസ്കഷനിൽ നമുക്ക് അത് കൂടുതൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ആദ്യം തന്നെ നമ്മൾ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ നോക്കി. നെക്സ്റ്റ് നമ്മൾ പി എ CO2 കൂടുതലാണോ കുറവാണോ നോക്കി. പി എ CO2 കൂടുതലാണെങ്കിൽ അത് റെസ്പിറേറ്ററി അസിഡോസിസ്. പി എ CO2 കുറവാണെങ്കിൽ നമ്മൾ ഇത് നോക്കും, HCO3- നോക്കും. HCO3- എന്തായിരിക്കും? കുറവായിരിക്കും. HCO3- കുറവാകുമ്പോൾ അതിന്റെ അർത്ഥം ബേസ് കുറവാണ്. ഇറ്റ് ഈസ് അസിഡോസിസ്. സോ ഇറ്റ് ഈസ് മെറ്റബോളിക് അസിഡോസിസ്. ഓക്കെ, നമുക്ക് വരുന്ന ഡിസ്കഷനിൽ അത് കൂടുതൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ് ലുക്ക് ഫോർ കോമ്പൻസേഷൻ. അതായത് നമ്മളുടെ ബോഡിക്ക് ഇപ്പോൾ ഒരു അബ്നോർമൽ സ്റ്റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയി, ഒരു COPD പേഷ്യന്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ പേഷ്യന്റ് ആണ്. CO2 നമുക്ക് പുറത്തു വിടാൻ പറ്റുന്നില്ല, നമ്മുടെ ബോഡിയിൽ CO2 അക്യുമുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. എങ്ങനെയാ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ അറിയാം? അതിന്റെ ശത്രു വരാം, HCO3-. സോ the body will compensate the abnormal pH using HCO3-. അല്ലെങ്കിൽ ഇപ്പൊ മെറ്റബോളിക് ആണെന്നില്ല, മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ the body will pump out കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ആ ആസിഡ് സാധനം കുറച്ചിട്ട് pH നോർമലൈസ് ചെയ്യാൻ നോക്കും. നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ആണത്. മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡി നോർമലൈസ് ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിൽ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡി അതിനെ നോർമലൈസ് ചെയ്യാൻ നോക്കും. അത് pH നോർമൽ ആവേണ്ടത് ബോഡിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ബോഡി തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരു ലെവൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് അതിന് പറ്റില്ല. പക്ഷെ ബോഡി അതിന്റെ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, അതിനാണ് കോമ്പൻസേഷൻ ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഇഫ് ദ pH is abnormal but the PaCO2 and HCO3- are also abnormal, compensation might be occurring. മനസ്സിലായോ? PaCO2 എക്സസ് ആണെങ്കിൽ HCO3- വെച്ചിട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. HCO3- എക്സസ് അല്ലെങ്കിൽ കുറവാണെങ്കിൽ PaCO2 ലെവൽസ് വെച്ചിട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഫുൾ കോമ്പൻസേഷൻ നടന്നു കഴിഞ്ഞാൽ pH വീണ്ടും നോർമൽ ആവും. ഓക്കെ, നെക്സ്റ്റ് അസസ് ഓക്സിജനേഷൻ. ഓക്സിജനേഷൻ നമ്മൾ എങ്ങനെ നോക്കാം? ഇവാലുവേറ്റ് PaO2 ആൻഡ് SaO2 സാച്ചുറേഷനും പാർഷ്യൽ പ്രഷറും. ലുക്ക് ഫോർ ദ സൈൻസ് ഓഫ് ഹൈപ്പോക്സീമിയ ഓർ ഹൈപ്പർ ഓക്സിജൻ. അതായത് നമ്മൾ ഓവറായിട്ട് ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ കൊടുക്കുന്നത് സഫീഷ്യന്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി PaO2 നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അനലൈസ് ബേസ് എക്സസ്. ബേസ് എക്സസ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റബോളിക് കോമ്പോണന്റ് ആൻഡ് ഹെൽപ്സ് വെദർ ദർ ഈസ് മെറ്റബോളിക് കോമ്പൻസേഷൻ ഓർ ഡീകോമ്പൻസേഷൻ. അതായത് ബേസ് എക്സസ് എന്ന് പറഞ്ഞ സാധനം എന്തിനാണ് നമ്മൾ നോക്കുന്നത്? മെറ്റബോളിക് കോമ്പൻസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ബേസ് പോസിറ്റീവിലാണ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെറ്റബോളിക് കോമ്പൻസേഷൻ നടന്നിട്ടുണ്ട്.
ബേസ് നെഗറ്റീവിലാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെറ്റബോളിക് കോമ്പൻസേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ല. ഇപ്പോഴും ബേസ് നെഗറ്റീവ് ആണ്, ആസിഡ് കൂടുതലാണ്. ഓക്കെ, ഇത് ബേസ് എക്സസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, കമ്മിങ് ടു റെസ്പിറേറ്ററി വേഴ്സസ് മെറ്റബോളിക് ഇംബാലൻസസ്. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് വൺ നമ്മൾ റെസ്പിറേറ്ററി അസിഡോസിസ് എവിടേക്കാണ് കാണാൻ നോക്കാം. ഓക്കെ, റെസ്പിറേറ്ററി അസിഡോസിസ് മീൻസ് ദ pH is less than 7.35, PaCO2 is more than 45, അതായത് it is increased. Okay, so it is seen in COPD, asthma and acute respiratory failure. In all these conditions, what will happen? CO2 will accumulate and it will causes the acidosis. Okay, any respiratory alkalosis, that means the pH is more than 7.45 and PaCO2 is less than, ഇപ്പൊ റെസ്പിറേറ്ററി മാത്രം ആലോചിച്ചാൽ മതി, മറ്റേ മെറ്റബോളിക് തൽക്കാലത്തേക്ക് കിട്ടി. PaCO2 is less than 35 millimeter mercury. Okay, and this is seen in hyperventilation. അതായത് നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുമ്പോഴാണ് ഈ ഹൈപ്പർ വെന്റിലേഷൻ നടക്കുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് CO2 പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയും. അത് കോമൺലി കാണുക ഈ ആങ്സൈറ്റി ഉള്ള കേസിലാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ഷോക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ CO2 ഫുള്ള് നമ്മൾ എക്സസ് ആയിട്ട് പുറത്തേക്ക് പമ്പ് ചെയ്യും, റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരും. ഓക്കെ, ഇറ്റ് ഓൾസോ സീൻ ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് പൾമണറി എംബോളിസ്. ഓക്കെ, നൗ കമ്മിങ് ടു മെറ്റബോളിക് ഡിസോർഡേഴ്സ്. മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ട്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഇവിടെ റെസ്പിറേറ്ററി മറന്നേക്കും, മെറ്റബോളിക് മാത്രമായിരിക്കും. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ലെസ് ദാൻ 7.35, HCO3 മൈനസ് കൂടുകയോ കുറയോ? കുറയും, ബേസ് കുറയും. അതായത് HCO3 മൈനസ് അതിന്റെ നോർമൽ ലെവൽ എത്രയായിരുന്നു? 22 to 26. അപ്പോൾ അത് ലെസ് ദാൻ 22 ആവുമ്പോൾ അതാണ് മെറ്റബോളിക് അസിഡോസിസ്. ഇതിൽ കാണുക എവിടേക്കാണ്? ഡയബറ്റിക് കീറ്റോ അസിഡോസിസില്, റീനൽ ഫെയിലിയറിൽ, പിന്നെ സിവിയർ ഡയറിയയിൽ. ഓക്കെ, റീനൽ ഫെയിലിയറിൽ എന്താ, നമ്മൾ HCO3 മൈനസിന്റെ ലെവൽ കിഡ്നിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ HCO3 മൈനസ് ലെവൽ കുറയും. അപ്പൊ അതുകൊണ്ട് മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയും. ഡയബറ്റിക് കീറ്റോസിഡോസിൽ കീറ്റോൺ ബോഡീസ് വരും, അസിഡോസിസ് വരും. ഓക്കെ, പിന്നെ സിവിയർ ഡയറിയയിൽ നമ്മുടെ ബോഡിയിലുള്ള ബൈകാർബണേറ്റ്, നമ്മുടെ ഗട്ടിലെ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ബൈകാർബണേറ്റ്സ്, നമ്മുടെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ബൈകാർബണേറ്റ്സ് മൊത്തം ഫ്ലഷ് ഔട്ട് ആയി ഡയറിയയിൽ കൂടും. ബൈകാർബണേറ്റ് കുറെ വാഷ് ഔട്ട് ആകുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവും. ഓക്കെ, ഇനി മെറ്റബോളിക് ആൽക്കലോസിസ് മീൻസ് the pH is more than 7.45 and HCO3 minus levels are increased more than 26. Okay, and these are seen in vomiting. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വയറിലുള്ള ആസിഡ് ഫുള്ള് വോമിറ്റ് ചെയ്ത് കളയും. നമ്മൾ ആസിഡ് ഡെഫിഷ്യന്റ് ആവണം. ആസിഡ് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആസിഡ് പോവാണ്, ആസിഡ് നഷ്ടപ്പെട്ടു പോവാണ്, ആൽക്കലോസ് സംഭവിക്കും. പിന്നെ എക്സസീവ് ഡയൂറിറ്റിക് യൂസ്, തയസൈഡ്സ്, ലൂപ്പ് ഡയൂറിറ്റിക്സ് ഒക്കെ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മെറ്റബോളിക് ആൽക്കലോസിസ് വരും. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് മെറ്റബോളിക് ആൽക്കലോസിസ്, നമ്മൾ പേടിക്കേണ്ട സൈഡ് എഫക്ട്. പിന്നെ ആന്റാസിഡ് യൂസ് കാരണം വരാം. ഓക്കെ, നമ്മൾ ഈ ഇത് കഴിക്കില്ലേ, എന്താ ഗ്യാസ്ട്രൈറ്റിസ് വരുമ്പോൾ മെഗ്നീഷ്യം സോൾട്സ്, അലൂമിനിയം സോൾട്സ് ഒക്കെ കഴിക്കും. അത് കാരണം നമുക്ക് മെറ്റബോളിക് ആൽക്കലോസിസ് വരാം. ഓവർ യൂസ് ഉണ്ടെങ്കിൽ നോർമൽ യൂസിലൊന്നും വരില്ല. ഓക്കെ, കമ്മിങ് ടു റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഇൻ ABG. ഓക്കെ, റെസ്പിറേറ്ററി അസിഡോസിസ് ഇതിന്റെ മെയിൻ കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ വെന്റിലേഷൻ ആണ്. അതായത് മര്യാദയ്ക്ക് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രീത്തിങ് ബുദ്ധിമുട്ടാണ്, ഒബ്സ്ട്രക്റ്റഡ് ആണ്. ഇപ്പം COPD കാണണം. ഓക്കെ, പിന്നെ ABG ഫൈൻഡിങ്സ് നേരത്തെ പറഞ്ഞ പോലെ pH ലെസ് ദാൻ 7.35, PaCO2 is more than 45 millimeter, HCO3 minus is normal or slightly elevated. HCO3 minus നോർമൽ ആണെങ്കിൽ കോമ്പൻസേഷൻ നടക്കുന്നില്ല. അപ്പം റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ട്. അപ്പം നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ബേസ് വെച്ചിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ എന്ത് സംഭവിക്കും? HCO3 മൈനസ് ഇൻക്രീസ് ചെയ്യും. അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. PaO2 will be low. Hypoxemia ഉണ്ടാവും COPD. What are the interventions? First thing is administer oxygen and assess ventilation status and provide bronchodilators. ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോയി കഴിഞ്ഞാൽ തന്നെ പേഷ്യന്റ് നോർമൽ ആവും. ഓക്കെ, പ്രൊവൈഡ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്, അസസ് ദ വെന്റിലേഷൻ സ്റ്റേറ്റസ് ആൻഡ് പ്രൊവൈഡ് ഓക്സിജൻ തെറാപ്പി. ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഒരു COPD പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ആസ്മ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ്. പിന്നെ കൺസിഡർ മെക്കാനിക്കൽ വെന്റിലേഷൻ ഇഫ് നീഡഡ്. അത്രയും ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം നമുക്ക് മെക്കാനിക്കൽ വെന്റിലേഷനെ പറ്റി ആലോചിച്ചാൽ മതി. ഇനി റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ഹൈപ്പർ വെന്റിലേഷൻ, ആൻസൈറ്റി, പൾമണറി എംബോളിസം, ഇതൊക്കെയാണ് അതിന്റെ കോസസ്. ABG ഫൈൻഡിങ്സ് ആൽക്കലോസിസ് സൈഡിലേക്കായിരിക്കും. PaCO2 കുറവായിരിക്കും. HCO3 മൈനസ് എന്ത് സംഭവിക്കും? PaCO2 കുറയുമ്പോൾ ആൽക്കലോസിസ് ആണ്. HCO3 മൈനസ് എന്ത് ചെയ്യണം? ബേസ് കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കണം. അപ്പം സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ് ആയിരിക്കും. അപ്പോൾ കോമ്പൻസേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ബോഡി ഈസ് കോമ്പൻസേറ്റിംഗ് the decrease in pH by decreasing the base, decreasing the HCO3 minus. PaO2 നോർമൽ ആവും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആവും. ഓക്കെ, കാരണം ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യില്ലേ, നോർമൽ ആവും അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആവും.
ഇന്റർവെൻഷൻസ് എന്താ? കാമാക്കുക, പേഷ്യന്റിനെ കാമാക്കുക, സ്ലോ ബ്രീത്തിങ് എൻകറേജ് ചെയ്യുക, റിലാക്സേഷൻ ടെക്നിക്സ് എൻകറേജ് ചെയ്യുക, അതായത് പേഷ്യൻസിനോട് റിലാക്സ് ചെയ്യിപ്പിക്കുക, സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറയും. വേറൊരു കാര്യം കൂടെ ഉണ്ട്, എന്താ പറയാ, ബ്രീത്തിങ് ടു എ ബാഗ് എന്ന് പറയും. നമ്മളൊരു പോളിത്തീൻ ബാഗ് വെച്ചിട്ട് ഇങ്ങനെ ഫേസും മൂക്കും വായും കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബ്രീത്ത് ചെയ്യും. അപ്പൊ നമ്മൾ ആ CO2 വീണ്ടും 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 നമ്മൾ ഇൻഹേൽ ചെയ്യുന്നുണ്ട്. ഈ ആൽക്കലോസിസ് മാറി അസിഡോസിസ് വന്ന് CO2 എക്സസ് ആയി അത് നോർമലൈസ് ആയിപ്പോകും. അതായത് ബ്രീത്ത് ഇൻ ടു എ ബാഗ്. ഓക്കെ, ഇന്റർവെൻഷൻസ് നമ്മൾ പഠിച്ചു. ഇനി ട്രീറ്റ് ദ അണ്ടർലൈൻ കോസ്, അതായത് എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ വെന്റിലേഷൻ വന്നത്, അതായത് ആൻസൈറ്റി കാരണമാണോ അതോ പെയിൻ കാരണമാണോ, അതിന്റെ ട്രീറ്റ്മെന്റ് കൂടെ കൊടുക്കും. ഓക്കെ, ഇത്രയും ഓക്കെയാണ്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്പീഡിൽ പോകുന്നത് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. 10 സ്ലൈഡും കൂടെ ലേറ്റ് ആവണ്ടല്ലോ ഒരുപാട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാട്ടോ. നമുക്ക് ഓരോ ഭാഗം ക്ലിയർ ചെയ്താലേ നമുക്ക് വരുന്ന ഭാഗങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ എല്ലാം ഓക്കെയാണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരി. ആതിര റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ജംഷാദ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യല്ലേ. നൗ കമ്മിങ് ടു മെറ്റബോളിക് ഡിസോർഡേഴ്സ്. മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ ഞാൻ പറഞ്ഞു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. പിന്നെ റീനൽ ഫെയിലിയർ ഉണ്ട്, സിവിയർ ഡയറി. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക? അസിഡോസിസ് ആണ്, മെറ്റബോളിക് അസിഡോസിസ് ആണ്. pH എന്തായിരിക്കും? pH ലോ ആയിരിക്കും, ലെസ് ദാൻ 7.35. PaCO2 നമ്മൾ നോക്കണ്ട, മെറ്റബോളിക് അല്ലേ, തൽക്കാലം മറന്നേക്കും. PaCO2 നോർമൽ ആവട്ടെ, ചിലപ്പോൾ സൈക്കിൾ ഡിക്രീസ് ആവട്ടെ. HCO3 മൈനസ് ലെവൽ എന്തായിരിക്കും? ആസിഡോസിസ് ആകുമ്പോൾ ബേസ് കുറയും, ലെസ് ദാൻ 22. ഓക്കെ, PaO2 നോർമൽ. ഇന്റർവെൻഷൻ എന്താ? ഇപ്പൊ നമ്മൾ എന്താണോ കാരണം അതിനെ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. DK ആണെങ്കിൽ ഇൻസുലിൻ കൊടുക്കുക, പൊട്ടാസ്യം നോക്കുക, നോർമലൈസ് ചെയ്യുക. ഓക്കെ, ഇനി റീനൽ ഫെയിലിയർ കാരണമാണ് മെറ്റബോളിക് അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു മാർഗമില്ല, ഗോ ഫോർ ഡയാലിസിസ്. പിന്നെ ഇൻ കേസ് ഓഫ് സിവിയർ അസിഡോസിസ് മാത്രം നമ്മൾ ബൈകാർബണേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യും. ഓക്കെ, ഇനി മെറ്റബോളിക് ആൽക്കലോസിസ് കോസ് നേരത്തെ പറഞ്ഞ പോലെ വൊമിറ്റിംഗ് ആണ്, എക്സസീവ് യൂസ് ഓഫ് ഡയോറിറ്റിക്സ്, ലൂപ്പ് ഡയോറിറ്റിക്സ് അല്ലെങ്കിൽ തൈറോയിഡ്സ് എക്സസീവ് യൂസ് ചെയ്യുക, പിന്നെ എക്സസീവ് എൻഡാസിഡ് യൂസ്. ഇത് കാരണം വരുന്നതാണ് മെറ്റബോളിക് ആൽക്കലോസിസ്. ABG ഫൈൻഡിങ്സ് pH മോർ ദാൻ 7.45, PaCO2 നോർമൽ ഓർ എലിവേറ്റഡ് നോക്കണ്ട. SCO3 മൈനസ് എന്താ? ബേസ് കൂടുതലാണ്, അപ്പോൾ മോർ ദാൻ 26. PaO2 ഈസ് നോർമൽ. ഇന്റർവെൻഷൻ കറക്റ്റ് ദ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആൻഡ് അഡ്മിനിസ്റ്റർ ദ എന്താ പറയാ, എന്താണ്, വൊമിറ്റിംഗ് ആണെങ്കിൽ ആന്റിബയോട്ടിക് സെമിസെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡയോറിറ്റിക്സിന്റെ പ്രശ്നമാണെങ്കിൽ ഡയോറിറ്റിക്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, എൻഡാസിഡ് ആണെങ്കിൽ എൻഡാസിഡ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് കേസ് സ്റ്റഡി. 60-year-old male with COPD. ABG results 7.28. PaCO2 തൽക്കാലം നിങ്ങൾ ഇത് വാല്യൂസ് മാത്രം നോക്കുക, സൈഡിലുള്ള എക്സ്പ്ലനേഷൻ നോക്കരുത്. ABG റിസൾട്ട്സ് മാത്രം നോക്കുക, വേറെ ഒന്നും നോക്കണ്ട, അത് മാത്രം നോക്കുക കേട്ടോ. 60-year-old മെയിൽ പേഷ്യന്റ്, COPD ആണ്. COPD ആകുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക് അപ്പൊ തന്നെ മനസ്സിൽ വരണം CO2 ഈസ് എക്സസ്. അതായത് പേഷ്യന്റിന് നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്? നമ്മൾ ഒരു COPD പേഷ്യന്റ് ABG നോക്കുന്ന വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താ? ദർ വിൽ ബി അസിഡോസിസ്. അപ്പൊ നമ്മൾ pH നോക്കുമ്പോൾ തന്നെ യെസ് അസിഡോസിസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് നോക്കണം? CO2 എക്സസ് ആണ് നോക്കണം. അപ്പൊ PaCO2 നോക്കും, എത്രയാ? 60 millimeter മെർക്കുറി. കൂടുതലാണോ? കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് എന്ത് അസിഡോസിസ്? അസിഡോസിസും ഉണ്ട്, PaCO2 കൂടുതലുമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മെറ്റബോളിക്, അല്ല സോറി, റെസ്പിറേറ്ററി അസിഡോസിസ്. പിന്നെ നമ്മൾ കോമ്പൻസേഷൻ ഉണ്ടോ നോക്കും. കോമ്പൻസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് എന്താക്കണം? ബേസ് കൂട്ടണം. ബേസ് ഇവിടെ കൂടി 26 ഉള്ളത് 28 ആയി. സോ ഇറ്റ് ഈസ് എലിവേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കോമ്പൻസേറ്റിംഗ്. PaO2 ഈസ് 55 ബിക്കോസ് COPD പേഷ്യന്റ് PaO2 കുറയും. ഓക്കെ, ഈസ് ഇൻഡിക്കേറ്റിംഗ് ഓഫ് ഹൈപ്പോക്സിമിയ. ഇതാണ് ഫസ്റ്റ് കേസ്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താ? റെസ്പിറേറ്ററി അസിഡോസിസ് ഡ്യൂ ടു CO2 retention in COPD. How is the compensation going? The kidneys are increasing bicarbonate to buffer the acidic environment. And what should the nurses do? എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? COPD പേഷ്യന്റ് നമ്മൾ ഓക്സിജൻ ഇല്ല, CO2 എക്സസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അഡ്മിനിസ്റ്റർ ഓക്സിജൻ തെറാപ്പി, അസിസ്റ്റ് വിത്ത് ബ്രീത്തിങ് എക്സസൈസസ് ആൻഡ് മോണിറ്റർ വെന്റിലേഷൻ ഓൾസോ, ആൻഡ് ഓൾസോ പ്രൊവൈഡ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. ആ COPD എന്നൊരു ടെമ്പററി എങ്ങനെ റിലീഫ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കുക, ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കുക, ഓക്സിജൻ തെറാപ്പി. ഓക്കെ, നെക്സ്റ്റ് കേസ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് യൂഷ്വലി വരാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, കേസ് സ്റ്റഡി സെക്കൻഡ് വൺ. DKA എന്ന് കാണുമ്പോൾ തന്നെ എന്ത് പറ്റി? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അസിഡോസിസ് ആണെന്ന് മനസ്സിലായി.
DKA ആണെങ്കിൽ അസിഡോസിസ് ആണ്. ഓക്കെ, DKA ആകുമ്പോൾ അസിഡോസിസ് ആകുമ്പോൾ നമ്മൾ PH എന്തായിരിക്കും? PH ലോ ആയിരിക്കും. 7.28 ഇവിടെ ലോ ആണ്. PaCO2 നോക്കി, PaCO2 35. 35 എന്താണ്? PaCO2 ഈസ് നോർമൽ. 35 to 45 വരെ പോകാലോ, നോർമൽ. അല്ലെങ്കിൽ കുറച്ച് 40നേക്കാളും കുറച്ച് താഴെ ആയതുകൊണ്ട് നമുക്ക് കോമ്പൻസേറ്റിംഗ് എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്തു? HCO3 മൈനസ് നോക്കി. HCO3 മൈനസ് എന്താ? കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? മെറ്റബോളിക് അസിഡോസിസ് ആണ്. അതായത് HCO3 മൈനസ് നോർമൽ വാല്യൂ താഴോട്ട് പോയിട്ടുണ്ട്, ബേസിന്റെ ലെവൽ കുറഞ്ഞു. ഈസ് കോൾഡ് മെറ്റബോളിക് അസിഡോസിസ്. അതിനെ PaCO2 കുറച്ചുകൊണ്ട് നമ്മുടെ ബോഡി കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, PaO2 is normal. Okay, this is the case study of diabetic ketoacidosis. ഇനി ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. മെറ്റബോളിക് അസിഡോസിസ് ഡ്യൂ ടു DKA കാരണം വന്ന മെറ്റബോളിക് അസിഡോസിസ് എന്താണ്? ലോ ബൈകാർബണേറ്റ് ഫ്രം കീറ്റോൺ പ്രൊഡക്ഷൻ. കീറ്റോൺ പ്രൊഡക്ഷൻ കാരണം ബൈകാർബണേറ്റ് കുറഞ്ഞു. കോമ്പൻസേഷൻ എങ്ങനെ? PaCO2 is normal because the lungs are attempting to compensate by blowing off CO2. PaCO2 നോർമൽ ആണ്, പക്ഷെ ലോവർ സൈഡിലാണ്. എന്താണ്? നമ്മുടെ ബോഡി കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് തള്ളിയിട്ട് എങ്ങനെയെങ്കിലും ആ PH ഒന്ന് നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് തള്ളുമ്പോൾ ബോഡി തന്നെ ഒരു ആൽക്കലോസിസ്, അതായത് ബേസിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ അസിഡോസിസ് കോമ്പൻസേറ്റ് ചെയ്യാൻ. നമ്മുടെ നഴ്സുമാരാകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? DKA ആണ്, നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ശരിയാവും. അഡ്മിനിസ്റ്റർ ഇൻസുലിൻ ടു റെഡ്യൂസ് ദ ബ്ലഡ് ഷുഗർ ആൻഡ് കീറ്റോൺ പ്രൊഡക്ഷൻ. മോണിറ്റർ പൊട്ടാഷ്യം ലെവൽസ് ക്ലോസ്ലി ആൻഡ് പ്രൊവൈഡ് ഫ്ലൂയിഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ്. DKA ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എമർജൻസിയാണ്. നമ്മൾ ഇമീഡിയറ്റ്ലി ആക്ട് ചെയ്യണം, നമ്മൾ ഇമീഡിയറ്റ്ലി ഡയഗ്നോസ് ചെയ്യണം, നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതൊരു കേസാണ്. ഓക്കെ, നെക്സ്റ്റ് കേസ്, തേർഡ് കേസ് ആണ്. 25-year-old ഫീമെയിൽ വിത്ത് ആങ്സൈറ്റി ആൻഡ് ഹൈപ്പർ വെന്റിലേഷൻ. നമ്മൾ ആങ്സൈറ്റി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യും. ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? CO2 മൊത്തം നമ്മൾ പുറത്താക്കും. CO2 നമ്മൾ ഓവറായിട്ട് എക്സെയിൽ ചെയ്ത് കളയും. അപ്പോൾ CO2 ലെവൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ കുറയും. CO2 ലെവൽ കുറയുമ്പോൾ ബേസ് കൂടും, അതായത് നമ്മുടെ PH കൂടും, ആൽക്കലോസിസ് ആവും. ഓക്കെ, PaCO2 is low, 30 millimeter mercury. ലോ ഇൻഡിക്കേറ്റിംഗ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ആൻഡ് അടുത്തത് നമ്മൾ നോക്കുക ബൈകാർബണേറ്റ് ലെവൽ. ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. ബൈകാർബണേറ്റ് ലെവൽ 24 മില്ലി ഈക്വലന്റ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം കോമ്പൻസേഷൻ നടന്നു തുടങ്ങിയിട്ടില്ല. ഓക്കെ, PaO2 നോർമൽ ആണ്, അതായിട്ട് ഒരു ബന്ധമില്ല. ഹൈപ്പർ വെന്റിലേഷൻ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഓക്സിജൻ ഉള്ളോട്ട് കയറ്റുന്നു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറത്തേക്ക് കളയുന്നു. PaO2 ഒരു മാറ്റവും ഇല്ല, PaO2 നോർമൽ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റർപ്രിട്ടേഷനിലേക്ക് കിടക്കാം. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഡ്യൂ ടു ഹൈപ്പർ വെന്റിലേഷൻ ഫ്രം ആൻസൈറ്റി. അതായത് നമ്മൾ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുന്നത് കാരണം വന്ന റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻകറേജ് ഡീപ് സ്ലോ ബ്രീത്തിങ് ടു കറക്റ്റ് ദ ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അസസ് ആൻഡ് അഡ്രസ് ദ അണ്ടർലൈങ് ആൻസൈറ്റി. ഈ ആൻസൈറ്റി കാരണമാണ് ഇങ്ങനെ വന്നത്. നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്തിട്ട് പേഷ്യന്റിനെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പേഷ്യന്റ് വീണ്ടും ഇതേ കംപ്ലൈന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ അണ്ടർലൈങ് ആൻസൈറ്റിനെയും ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിക്കറൻസ് ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇതിന്റെയൊക്കെ ഒരു സമ്മറി. എല്ലാവർക്കും ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമ്മറൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബൈകാർബണേറ്റ്, CO2, PaCO2, PaO2, എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ ആണല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് ഇതിന്റെ പാർഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ബോഡിക്ക് ഒരു PH ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് PH വളരെ ഇമ്പോർട്ടന്റ് ആണ്. PH ആസിഡോസിസോ ആൽക്കലോസിസോ ആവുന്നത് നമ്മുടെ ബോഡിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ മെറ്റബോളിക് ആയിട്ട് ഒരു അസിഡോസിസ് വന്നു വിചാരിക്കും. അസിഡോസിസ് വന്നു, അപ്പൊ തിരിച്ച് നമ്മൾ അതിനെ PHനെ നോർമൽ ആവണമെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരണം. മെറ്റബോളിക് അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരണം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. നേരെ മറിച്ച് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വന്നു വിചാരിക്കും. റെസ്പിറേറ്ററി ആൽക്കലോസിസ് വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെറ്റബോളിക് അസിഡോസിസ് വന്നിട്ട് നമ്മുടെ കിഡ്നി എന്ത് ചെയ്യും? ബൈകാർബണേറ്റിനെ പുറത്ത് തള്ളി മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാക്കി അതിനെ നോർമലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫുള്ളി കോമ്പൻസേഷൻ അറ്റൈൻ ചെയ്യാൻ പാടാണ്. ഇങ്ങനത്തെ സിവിയർ ഡിസീസസിലൊക്കെ ഫുള്ളി കോമ്പൻസേഷൻ നമ്മുടെ ബോഡിക്ക് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊരു ലെവലുണ്ട്. നമുക്കൊരു ചെറിയ കോമ്പൻസേഷനെ ചെയ്യാൻ പറ്റും.
ഫുള്ളി കോമ്പൻസേറ്റഡ് ആണെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബോഡി തന്നെ അത് മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സിവിയർ ഹെൽത്ത് കണ്ടീഷൻസിൽ ലൈക്ക് DK അല്ലെങ്കിൽ നമ്മളെ COPD-യിലൊക്കെ അതൊരിക്കലും നമ്മുടെ ബോഡിക്ക് ഫുള്ളി അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ഒരു ഡെഫിസിറ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ബോഡി എന്ത് ചെയ്യും? കഴിയുന്നത് പോലെ, അതിനെ കൊണ്ട് കഴിയുന്നത് പോലെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കും. അതിനെയാണ് പാർഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കേസ് എടുക്കുന്നത് COPD പേഷ്യന്റ് വന്നു. COPD പേഷ്യന്റ് വന്നിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം മുട്ടൽ വന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുള്ളിയുടെ ശരീരത്തിൽ CO2 accumulate ചെയ്തുകൊണ്ടിരിക്കുക. CO2 is accumulating inside. So what is happening? CO2 is accumulating inside and it is causing a uh, respiratory acidosis. Respiratory acidosis ഉണ്ടായി. So our body has to bring the pH from low side to the normal level. അപ്പൊ എന്ത് ചെയ്യണം? ബോഡി കൂട്ടണം, എന്നിട്ട് നോർമൽ ആക്കണം, നോർമലൈസ് ആക്കണം. അതായത് അസിഡിക് pH ആയി കിടക്കുന്ന pH-നെ നോർമലൈസ് ചെയ്യണമെങ്കിൽ ബോഡി എന്ത് ചെയ്യണം? ബോഡിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ലങ്സ് ഓൾറെഡി പോയി, പിന്നെ ആരാ രക്ഷിക്കാനുള്ളത്? കിഡ്നി എന്ത് ചെയ്യണം? കിഡ്നി ആൽക്കലോസിസ് ഉണ്ടാക്കണം. ഓക്കെ, അസിഡോസിസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കിഡ്നി ആൽക്കലോസിസ് ഉണ്ടാക്കണം. ആൽക്കലോസിസ് ഉണ്ടാക്കണമെങ്കിൽ കിഡ്നി എന്ത് ചെയ്യും? ബൈകാർബണേറ്റിനെ റിട്ടൻഷൻ ചെയ്യും. ബൈകാർബണേറ്റിനെ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്തുണ്ടാക്കി? ആൽക്കലോസിസ് ഉണ്ടാക്കി. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് ഫുള്ളി കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അപ്പുറത്തുള്ള അസിഡോസിസ് അത്രയും കൂടുതലാണ്. റെസ്പിറേറ്ററി അസിഡോസിസ് അത്രയും കൂടുതലാകുമ്പോൾ നമ്മുടെ കിഡ്നിക്ക് ബൈകാർബണേറ്റ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു പരിധിയുണ്ട്, അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും അഡ്മിനിസ്റ്റർ ചെയ്ത് ഓക്സിജൻ അല്ലെങ്കിൽ ബ്രോങ്കോ ഡയലേറ്റഡ് അഡ്മിനിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആവും. അപ്പം അതിനെയാണ് നമ്മൾ പാർഷ്യലി കോമ്പൻസേറ്റഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബോഡീനെ പാർഷ്യലി കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി നമ്മൾ മെഡിസിനിലൂടെ ചെയ്താൽ മതി. മനസ്സിലായോ? ബോഡി തന്നെ പാർഷ്യലി കോമ്പൻസേറ്റ് ചെയ്യും. ഫുള്ളി കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ കണ്ടീഷൻസ് ബോഡി തന്നെ ഫുള്ളി കോമ്പൻസേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യം ഉണ്ടാകും. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ ഫുള്ളി കോമ്പൻസേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി കോമ്പൻസേറ്ററി മെക്കാനിസത്തിന്റെ ഒരു സമ്മറി പറയാം. ഫസ്റ്റ് തന്നെ ആസിഡ് ബേസ് ഡിസ്റ്റർബൻസ്. ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. മെറ്റബോളിക് അസിഡോസിസ് ആണെന്ന് വിചാരിക്കും. കോമ്പൻസേറ്ററി മെക്കാനിസം എന്താ? റെസ്പിറേറ്ററി കോമ്പൻസേഷൻ. എന്താ ചെയ്യുക? ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യും. എന്തിനാ? റെസ്പിറേറ്ററി ആൽക്കലോസിസ് ക്രിയേറ്റ് ചെയ്യണം. മെറ്റബോളിക് അസിഡോസിസ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് കോമ്പൻസേഷൻ. മെറ്റബോളിക് അസിഡോസിന്റെ ഓപ്പോസിറ്റ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാക്കണമെങ്കിൽ ബോഡി എന്ത് ചെയ്യണം? ഹൈപ്പർ വെന്റിലേഷൻ ചെയ്യണം. അപ്പൊ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ABG ഫൈൻഡിങ്സ്? ഹൈപ്പർ വെന്റിലേഷൻ നടക്കുകയാണ്. POCO2 എന്ത് സംഭവിക്കും? കുറയും, പുറത്തേക്ക് പോകും. PH സംഭവിക്കും, അസിഡോസിസ് ആണ്, ഡിഗ്രീസ്ഡ്. ഓക്കെ, HCO3 മൈനസ് എന്താണ്? ഡിഗ്രീസ്ഡ്. മെറ്റബോളിക് അസിഡോസിസ് അല്ല, അതും ഡിഗ്രീസ്ഡ്. ഓക്കെ, ഇനി മെറ്റബോളിക് ആൽക്കലോസിസ്, അതിന്റെ ഓപ്പോസിറ്റ്. കോമ്പൻസേഷൻ എന്താ? അതിന്റെ ഓപ്പോസിറ്റ് റെസ്പിറേറ്ററി കോമ്പൻസേഷൻ. റെസ്പിറേറ്ററി അസിഡോസിസ് ആണ് ഉണ്ടാവേണ്ടത്. റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാവണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റീറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഹൈപ്പോ വെന്റിലേഷൻ. COPD-യിലോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ പോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? PaCO2 കൂടോ കുറയോ? മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. HCO3 മൈനസ് കൂടോ കുറയോ? കൂടും. PH കൂടുതൽ ബേസിക് സൈഡിലേക്ക്, ആൽക്കലോസിസ് അല്ലേ, PH ഇൻക്രീസ് ആവും, L ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി റെസ്പിറേറ്ററി അസിഡോസിസ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോമ്പൻസേഷൻ. എന്താണ്? മെറ്റബോളിക് ആൽക്കലോസിസ്. മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാക്കണമെങ്കിൽ ആരാണ് അവിടെ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാക്കുന്നത്? കിഡ്നി എന്താ ചെയ്യുക? HCO3 മൈനസിനെ റീറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ HCO3 മൈനസ് കൂടോ കുറയോ? കൂടും. PaCO2 റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. PaCO2 കൂടോ കുറയോ? കൂടും. PH കൂടോ കുറയോ? കുറയും, അസിഡോസിസ് ആണ്. ഇനി റെസ്പിറേറ്ററി ആൽക്കലോസിസ്. റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ എന്താണ് കോമ്പൻസേഷൻ വരുന്നത്? മെറ്റബോളിക് അസിഡോസിസ്. മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവണമെങ്കിൽ കിഡ്നി എന്ത് ചെയ്യണം? ബൈകാർബണേറ്റിനെ കളയണം. അപ്പൊ ഡിക്രീസ്ഡ് ബൈകാർബണേറ്റ് റിട്ടൻഷൻ. ഓക്കെ, അതാണ് കോമ്പൻസേഷൻ. എക്സ്പെക്ടഡ് ABG ഫൈൻഡിങ്സ്. ബൈകാർബണേറ്റിനൊക്കെ കളഞ്ഞു, ബൈകാർബണേറ്റ് ലെവൽ കുറഞ്ഞു. റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. PH ആൽക്കലോസിസ് ആണ്, ഇൻക്രീസ്ഡ് ആയിരിക്കും. PaCO2 കുറവായിരിക്കും, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നഴ്സിംഗ് കൺസിഡറേഷൻസിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ABG പഠിച്ചു, ABG എങ്ങനെ റീഡ് ചെയ്യണമെന്ന് പഠിച്ചു, നമ്മൾ എങ്ങനെ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, അത് എന്ത് ആൽക്കലോസിസ് ആണ്, എന്ത് അസിഡോസിസ് ആണെന്ന് എങ്ങനെ ഡയഗ്നോസ് ചെയ്യണമെന്ന് പഠിച്ചു, എന്താണ് കോമ്പൻസേഷൻ എന്ന് പഠിച്ചു, ഏതൊക്കെ കണ്ടീഷൻസിലാണ് അസിഡോസിസും ആൽക്കലോസിസും വരികയെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എന്തൊക്കെയാണ് ഈ ABGയുടെ ഇമ്പോർട്ടൻസ്? മോണിറ്ററിംഗ്. റെഗുലർ ABG monitoring should be done in critically ill patients. Close monitoring of oxygenation, ventilation, and acid-base balance should be done. ഓക്സിജനേഷൻ, വെന്റിലേഷൻ, ആസിഡ് ബേസ് ബാലൻസ്, മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താ? ഫോക്കസ് ഓൺ ട്രീറ്റിംഗ് ദ അണ്ടർലൈൻ കോസ്. ഓൾവേസ് ട്രീറ്റ് ദ അണ്ടർലൈൻ കോസ്, ബിക്കോസ് അല്ലെങ്കിൽ ഇത് റിക്കർ ചെയ്യും. നമുക്ക് അങ്ങനെ
സിംറ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ലേ ഇത്. നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ കോഴ്സ് ട്രീറ്റ് ചെയ്തേ പറ്റും. അപ്പം ഇൻസുലിൻ ഫോർ ഡികെ ആൻഡ് ഓക്സിജൻ ഫോർ ഹൈപ്പോക്സീമിയ. ഓക്കെ. ഇനി പേഷ്യന്റ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേറ്റ് പേഷ്യൻസ് വിത്ത് ക്രോണിക് കണ്ടീഷൻസ്, അതായത് ഇങ്ങനെ ഡയബറ്റിക് ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസിനോട് ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് പറഞ്ഞു മനസ്സിലാക്കാം. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദിസ് കണ്ടീഷൻ ആൻഡ് ദേ ഷുഡ് നോ വെൻ ടു കം ടു ദ ഹോസ്പിറ്റൽ ഇഫ് ദേ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ. ആൻഡ് ഓൺ ഹൗ ടു മാനേജ് ദയർ ഹെൽത്ത് ടു പ്രിവെന്റ് കോംപ്ലിക്കേഷൻ. അതായത് ഒരു COPD പേഷ്യന്റ് ആണ്, നിങ്ങൾ അവരെ കൗൺസിൽ ചെയ്യുക. എപ്പോഴാണ് ബ്രോങ്കോഡയലേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് അവർ ചെയ്യണം. അപ്പോൾ ഒരുപാട് ദൂരെയാണ് ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ ദേ ഷുഡ് ഡു ദ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് either through bronchodilators or through oxygen therapy if it is available in there. Okay. അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷനിൽ വരുന്നത്. സമ്മറി. ഇതിലെ കീ ടേക്ക് അവേസ് എന്താണ്? ABG അനാലിസിസ് ഇസ് എ ക്രൂഷ്യൽ ടൂൾ ഫോർ അസസിങ് ആസിഡ് ബേസ് ആൻഡ് റെസ്പിറേറ്ററി സ്റ്റേറ്റസ്. അതായത് മെറ്റബോളിക് ആൻഡ് റെസ്പിറേറ്ററി സ്റ്റേറ്റസ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ABG. ഓക്കെ. Nurses must understand how to interpret ABG results and take appropriate actions based on their findings. ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ മാത്രമാണ് വാർഡിലുള്ളതെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒരു ABG റിപ്പോർട്ട് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം പേഷ്യന്റ് എന്താണ് പേഷ്യന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ, പേഷ്യന്റിന്റെ ഇൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതായത് പേഷ്യന്റിന്റെ ഹെൽത്ത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയാണോ, എമർജൻസി ആയിട്ട് കെയർ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ABG കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ. ട്രീറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ അണ്ടർലൈൻ കണ്ടീഷൻസ് ആൻഡ് മേ ഇൻവോൾവ് റെസ്പിറേറ്ററി സപ്പോർട്ട്, മെഡിക്കേഷൻ ആൻഡ് ഫ്ലൂയിഡ് മാനേജ്മെന്റ്. ഓക്കെ. ട്രീറ്റ്മെന്റ് നമ്മൾ അണ്ടർലൈൻ കണ്ടീഷനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇത് മേ ഇൻവോൾവ് റെസ്പിറേറ്ററി സപ്പോർട്ട് നമുക്ക് കൊടുക്കാം, വിത്ത് മെഡിക്കേഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാം, ആൻഡ് ത്രൂ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് മാനേജ്മെന്റ്. ഓക്കെ. These are all about is ABG analysis. So if you have any doubt, you can contact me or you can ask now. I'm always ready to answer your questions. So please feel free to ask any doubts. I hope everyone understood today's session. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? PH നോർമൽ, അനദർ വാല്യൂ സബ്നോർമൽ ആവാലോ. ആവാലോ. ഫുള്ളി കോമ്പൻസേറ്റഡ് ആണെങ്കിൽ ആവാലോ. ഇപ്പം നമ്മൾക്ക് എന്താ പറയാ, PaCO2 കൂടുതലാണ്, ഇപ്പം അസിഡോസിസ് വന്നു. അപ്പൊ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി HCO3 മൈനസിനെ റീറ്റെയിൻ ചെയ്യും, ആൽക്കലോസിസ് ഉണ്ടാക്കും. അപ്പൊ ഫുള്ളി കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PH നോർമൽ ആയിരിക്കും, പക്ഷെ ഈ രണ്ട് വാല്യൂസും തെറ്റായിരിക്കും. പാർഷ്യൽ കോമ്പൻസേഷൻ ക്വസ്റ്റ്യൻസ് വരാം, പക്ഷെ അതിന്റെ വാല്യൂസ് ഒന്നും എന്താ പറയുക, കാൽക്കുലേഷൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. കോമ്പൻസേറ്റഡ് ആണോ പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ അത്രേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ മാക്സിമം. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ കോമ്പൻസേറ്റഡ് ആണോ. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, അതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവ്. ജസ്റ്റ് ഇതിന്റെ ബേസിക് മെക്കാനിസത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരിക, എങ്ങനെയാണ് നമ്മളുടെ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. Any other doubts? I hope there are no doubts.